ദാമ്പത്യത്തിൽ സ്വരച്ചേർച്ചയില്ലാതെ വന്നാൽ പരസ്പര സമ്മതത്തോടെ വേർപിരിയുകയാണ് ഏറ്റവും ഉചിതമായ മാർഗം. അതിനു പകരം പങ്കാളിയുടെ ജീവൻ എടുക്കുന്നതും സ്വയം മരണം വരിക്കുന്നതുമൊക്കെ കടുത്ത മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമാണ്. ഇത്തരക്കാരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചതോടെ ചോര വീഴുന്ന കുടുംബങ്ങളുടെ എണ്ണവും ഏറിയിട്ടുണ്ട്. കോട്ടയം പാമ്പാടിയിൽ കുടുംബ കലഹത്തെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ യുവതിയെ രണ്ടാം ഭർത്താവ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതും നാടിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഈ വാർത്തകളുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. കോട്ടയം പാമ്പാടി ഇല്ലിവളവിൽ ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. മാടവന വീട്ടിൽ സുധാകരനാണ് ഭാര്യ ബിന്ദുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത്. കുടുംബകലഹമാണ് കൊലപാതക കാരണമെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ 11:30 വിവരം പുറം ലോകമറിയുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായ മൂത്ത മകൻ സുദീപ വീട്ടിലെത്തിയപ്പോൾ മുൻവാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു. അടുക്കള ഭാഗത്ത് ചെന്ന് നോക്കിയപ്പോൾ ബിന്ദു നിലത്ത് രക്തം വാർന്നു കിടക്കുന്നതാണ് കണ്ടത്. തുടർന്ന് അകത്ത് കയറിയപ്പോഴാണ് പിതാവിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത്. ബിന്ദു മരിച്ചിട്ടില്ലെന്ന് ബോധ്യമായതോടെ ഉടൻ തന്നെ മണർക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്ന മകൻ 11:45 വീട്ടിലെത്തി കതക് തുറന്ന് അകത്ത് കയറുമ്പോൾ പുറകുവശത്തെ ടാപ്പ് തുറന്നിട്ടിരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചു. വെള്ളം അതിൽ നിന്ന് പോകുന്നതായിട്ട് തോന്നി. അവിടേക്ക് പോയപ്പോൾ അടുക്കളയിൽ അമ്മ നിലത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായിട്ട് കണ്ടു. തൊട്ട് ചേർന്നൊരു ഇരുമ്പ് പൈപ്പ് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത് വെച്ച് തല്ലി കൊലപ്പെടുത്തിയെന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ ഇവിടെ പ്രാഥമികമായിട്ട് പോലീസിന് ഉള്ളത്. തിരിഞ്ഞ് മകൻ നോക്കുമ്പോൾ അച്ഛൻ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. അമ്മയ്ക്ക് ജീവൻ ശേഷിക്കുന്നുണ്ട് എന്ന് മകന് തോന്നിയതിനാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കാറിൽ അമ്മയും കയറ്റി മണർകാട് ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അമ്മ മരിച്ചിരുന്നു. സുധാകരൻ പാറമട തൊഴിലാളിയാണ്. കോട്ടയം നാഗമ്പടത്ത് സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരിയാണ് ബിന്ദു. ദമ്പതിമാർ തമ്മിൽ വഴക്ക് പതിവായിരുന്നെന്നാണ് സൂചന. കുടുംബ പ്രശ്നങ്ങളാണ് ഭാര്യയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ സുധാകരനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബിന്ദുവിന് 58ഉം സുധാകരന് 64 വയസ്സുണ്ട്. പാമ്പാടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സുദീപിനെ കൂടാതെ ഇരുവർക്കും സുമിത, സുബിത എന്നീ മക്കളും ഉണ്ട്. കോട്ടയം. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ ഭാര്യയെ രണ്ടാം ഭർത്താവ് മർദ്ദിച്ച് കൊലപ്പെടുത്തി. പേയാട് അരുവിപ്പുറം രതീഷ് ഹൌസിൽ താമസിച്ചിരുന്ന വിദ്യാചന്ദ്രനാണ് മരിച്ചത്. പ്രതി രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം വിദ്യാചന്ദ്രൻ 2 വർഷമായി ഇയാൾക്കൊപ്പമായിരുന്നു താമസം. കൊലപാതക വിവരം രതീഷ് തന്നെയാണ് സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞത്. രതീഷ് നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് വിളപ്പിൽശാല പോലീസ് പറഞ്ഞു. വിളപ്പിൽശാല ചിലപ്പാറ അരുവിപ്പുറത്ത് ഞായറാഴ്ച രാത്രിയായിരുന്നു കൊലപാതകം. രാത്രി 11:30 നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വിളപ്പിൽശാല പോലീസ് സ്ഥലത്തെത്തുകയും ബോധരഹിതയായി കാണപ്പെട്ട വിദ്യയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഭർത്താവ് രതീഷുമായുള്ള തർക്കത്തിനിടെ വിദ്യയ്ക്ക് ക്രൂരമായി മർദ്ദനമേറ്റതാണ് മരണകാരണം. വിദ്യ അബോധാവസ്ഥയിലായതോടെ രതീഷ് സുഹൃത്തിനെ വിളിച്ചറിയിക്കുകയും ഇയാൾ ഇവരുടെ 2 പേരുടെയും സുഹൃത്തായ മറ്റൊരാളെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. 28-കാരിയാണ് കൊല്ലപ്പെട്ട വിദ്യാചന്ദ്രൻ.
മദ്യലഹരിയിലായിരുന്നു കൊലപാതകം. ഇരുവരും തമ്മിൽ വഴക്കും തർക്കങ്ങളും പതിവായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. രതീഷിന്റെ അറസ്റ്റ് വിളപ്പിൽശാല പോലീസ് രേഖപ്പെടുത്തി. ആദ്യ ഭർത്താവുമായി പിരിഞ്ഞ ശേഷം കഴിഞ്ഞ 2 വർഷമായി വിദ്യ രതീഷിനൊപ്പമാണ് താമസിച്ചിരുന്നത്. വിദ്യയ്ക്ക് 2 കുട്ടികളുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഇവർ തമ്മിൽ വഴക്കുണ്ടാവുകയും വിദ്യ പിണങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഇക്കാര്യം പ്രദേശവാസികൾ പോലീസിനോട് പറഞ്ഞു. 2 ദിവസം മുൻപാണ് യുവതി വീണ്ടും രതീഷിന്റെ വീട്ടിലെത്തിയത്. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് പരിശോധന നടത്തി. രതീഷ് നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് വിളപ്പിൽശാല പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേസിലെ പ്രതി ഉണ്ണികൃഷ്ണന് താൽപര്യം ആൺ സുഹൃത്തുക്കളോടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. നിരവധി ഗേ ഗ്രൂപ്പുകളിൽ ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. വിവാഹം കഴിഞ്ഞുള്ള 6 വർഷത്തിനിടെ ഗ്രീഷ്മയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോയത് 1 ദിവസം മാത്രമാണ്. ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞത് 54 ദിവസവും. തന്നോടുള്ള അവഗണനയാണ് മരണകാരണമെന്ന് ഗ്രീഷ്മ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. ഉണ്ണികൃഷ്ണന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചത്. ആൺകൂട്ടായ്മകളുടെ പല ഗ്രൂപ്പിലും ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ആൺ സുഹൃത്തുക്കളോടായിരുന്നു ഇയാൾക്ക് താൽപര്യം. ഇവർക്കൊപ്പം യാത്ര പോകാനും സമയം പങ്കിടാനും താൽപര്യം കാണിച്ചിരുന്നു. ആൺ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയാനുള്ള ആഗ്രഹമാണ് ഗ്രീമയുമായുള്ള കുടുംബജീവിതം ഒഴിവാക്കാൻ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചതിന്റെ കാരണമെന്നാണ് യുവതിയുടെ ബന്ധുക്കളുടെയും ആരോപണം. PhD പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഇയാൾ ബോധപൂർവം അകലം പാലിച്ചിരുന്നു. എന്നാൽ ഈ സമയം പലയിടങ്ങളിലേക്കും ആൺ സുഹൃത്തുക്കളെ തേടി ഇയാൾ സഞ്ചരിച്ചുവെന്ന് ബന്ധുക്കൾ പറയുന്നു. 6 വർഷത്തിനിടെ ഗ്രീമയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോയത് 1 ദിവസം മാത്രം. ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞത് 54 ദിവസവും. ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിനു പിന്നാലെ പാസ്പോർട്ട് എടുത്തിരുന്നു. ഭാര്യാപിതാവിന്റെ മരണവിവരം അറിഞ്ഞിട്ടും ഗ്രീമയെ ഫോൺ വിളിക്കുക പോലും ചെയ്തില്ല. ഉണ്ണികൃഷ്ണൻ അല്ലാതെ മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കാൻ ഗ്രീമ തയ്യാറായിരുന്നില്ല. അതിനാലാണ് കഴിഞ്ഞ 6 വർഷവും വിവാഹമോചനത്തിന് തയ്യാറാകാതെ ഗ്രീമ കാത്തിരുന്നതെന്ന് പോലീസ് പറയുന്നു. തന്നോടുള്ള അവഗണനയാണ് മരണകാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പിലും ഗ്രീമ എഴുതിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കമലേശ്വരത്ത് അമ്മ സജിതയെയും മകൾ ഗ്രീമയെയും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് മരണത്തിന് കാരണമെന്ന ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. തുടർന്ന് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണനെ മുംബൈയിൽ വെച്ച് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ നിലവിൽ റിമാൻഡിലാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പിതാവ് ഷിജിലിനെതിരെ ഗാർഹിക പീഡന കുറ്റം കൂടി ചുമത്തിയേക്കും. ഗാർഹിക പീഡനത്തിൽ ഇയാളുടെ വീട്ടുകാർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഷിജിൽ രതി വൈകൃതമുള്ളയാളാണെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കുട്ടിയുടെ പിതൃത്വത്തിലും ഷിജിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ചൊവ്വാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. ജനുവരി 8-നാണ് മാറനല്ലൂർ മുണ്ടുകോണം സ്വദേശിനി കൃഷ്ണപ്രിയയെ ഷിജിൽ വിവാഹം കഴിക്കുന്നത്. ഷിജിലിന്റെ കുടുംബം കടക്കെണിയിലായിരുന്നെങ്കിലും ഈ വിവരം മറച്ചുവെച്ചാണ് വിവാഹം നടത്തിയതെന്നാണ് ആരോപണം. ബാധ്യത അവസാനിപ്പിക്കാൻ കൃഷ്ണപ്രിയയുടെ പേരിലുള്ള 10 സെന്റ് ഭൂമി വിൽക്കാൻ ഷിജിൽ ശ്രമിച്ചെങ്കിലും യുവതി സമ്മതിച്ചില്ല. ഇതോടെ ഷിജിലും ബന്ധുക്കളും ഉപദ്രവം തുടങ്ങിയെന്നും കൃഷ്ണപ്രിയ പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു. പൂവാർ പോലീസിൽ ഇത് സംബന്ധിച്ച് ഇവർ മുൻപ് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇരുകൂട്ടരെയും വിളിച്ചുവരുത്തി മധ്യസ്ഥ ചർച്ചകളും നടത്തിയിരുന്നു.
സ്ത്രീധനം നൽകിയില്ലെന്ന് പറഞ്ഞും ഉപദ്രവമുണ്ടായി. കൃഷ്ണപ്രിയ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയെ കാണാൻ പോലും അനുവദിച്ചില്ല. സഹോദരിയും ഭർത്താവും കാഞ്ഞിരംകുളത്തെ വീട്ടിലെത്തിയെങ്കിലും ഇവരെ അകത്ത് കയറ്റിയില്ല. തർക്കത്തിന് ശേഷമാണ് കൃഷ്ണപ്രിയയെ വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചത്. തുടർന്ന് ഷിജിലിന്റെ അമ്മ കൃഷ്ണപ്രിയയുടെ സഹോദരിക്കും സഹോദരി ഭർത്താവിനുമെതിരെ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നാരോപിച്ച് പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് ശേഷം കൃഷ്ണപ്രിയ തിരികെ ഷിജിലിന്റെ കാഞ്ഞിരംകുളത്തെ വീട്ടിൽ പോയിട്ടില്ല. പ്രസവശേഷം അപൂർവമായി മാത്രം ഷിജിൽ ഫോണിലൂടെ സംസാരിച്ചിരുന്നു. പിന്നീടാണ് കൃഷ്ണപ്രിയയും മകൻ ഇഹാനെയും കൂട്ടി കവളാകുളം ഐക്കരവിള വീട്ടിലേക്ക് താമസം മാറ്റിയത്. ഗാർഹിക പീഡനം സംബന്ധിച്ച കൃഷ്ണപ്രിയയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ ഈ കുറ്റം കൂടി ചുമത്താൻ പോലീസ് ആലോചിക്കുന്നത്. ഇഹാനെ അടിവയറ്റിൽ കൈമുട്ടുകൊണ്ടിടിച്ച് കൊലപ്പെടുത്തിയതായാണ് ഷിജിലിന്റെ മൊഴി. അടിവയറ്റിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ഇഹാന്റെ പിതൃത്വത്തിൽ സംശയമെന്നത് ഷിജിലിന്റെ തന്ത്രമാകാമെന്ന് പോലീസ് കരുതുന്നു. മറ്റ് സ്ത്രീകളുമായി ബന്ധമുള്ള ഷിജിൽ കൃഷ്ണപ്രിയയെ ഒഴിവാക്കാനായി അനാവശ്യ വാദങ്ങൾ ഉന്നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ഷിജിൽ രതിവൈകൃതമുള്ള ആളാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷിജിലിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ചൊവ്വാഴ്ച കോടതിയിൽ പോലീസ് അപേക്ഷ നൽകും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഫേസ് ക്രീം മാറ്റിവെച്ചതിന് കൊച്ചിയിൽ വയോധികയെ മകൾ ക്രൂരമായി മർദ്ദിച്ചതിന് പിന്നിൽ പണത്തെ ചൊല്ലിയുള്ള തർക്കവുമുണ്ട്. അമ്മയുടെ വാരിയിൽ കമ്പിപ്പാര കൊണ്ട് അടിച്ചൊടിച്ച നിവിയ കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. യുവതിക്കെതിരെ കാപ്പ ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. നിവിയ റിമാൻഡിലായതോടെ ഇവരുടെ 5 വയസ്സുള്ള മകനെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാക്കിയിരിക്കുകയാണ് പോലീസ്. കൊലപാതക കഞ്ചാവ് കേസുകളിൽ ജാമ്യത്തിൽ കഴിയുന്നതിനിടെയാണ് നിവിയ എന്ന ശ്രുതി അമ്മയുടെ വാരിയലിൽ കമ്പിപ്പാര കൊണ്ട് അടിച്ചൊടിച്ചത്. പരിക്കേറ്റ 70-കാരിയായ സരസുവിന് 6 മാസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിവിയയുടെ 5 വയസ്സുള്ള മകനെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാക്കി. ഫേസ് ക്രീം മാറ്റിവെച്ചത് മാത്രമല്ല, പണത്തിന്റെ പേരിലുള്ള തർക്കവും അമ്മയെ മർദ്ദിക്കാൻ കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 2020-ൽ നെട്ടൂരിൽ ഫഹദ് ഹുസൈൻ എന്ന യുവാവ് കുത്തേറ്റ് ചോരവാർന്നു മരിച്ച സംഭവം, 3.5 കിലോ കഞ്ചാവ് പിടിച്ചത്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കേസുകളിലെ പ്രതിയായ നിവിയയെ സ്ഥിരം കുറ്റവാളിയായാണ് പോലീസ് കണക്കാക്കുന്നത്. റിമാൻഡിലുള്ള ഇവരെ റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും കാപ്പ ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. പത്ത് വർഷത്തോളമായി പനങ്ങാട്ട് താമസിക്കുന്ന സരസുവിന്റെ 2 പെൺമക്കളിൽ മൂത്തയാൾ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലാണ്. വീടുകളിൽ ജോലിക്ക് പോയാണ് സരസു കഴിയുന്നത്. വർഷങ്ങളായി പനങ്ങാടും നെട്ടൂരും കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പന സംഘത്തിലെ കണ്ണിയാണ് നിവിയ. ഇതിനിടെ വിവാഹം കഴിഞ്ഞതായും വൈകാതെ വേർപിരിഞ്ഞതായുമായാണ് വിവരം. ന്യൂസ് 18 കൊച്ചി. കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിറ്റി പോലീസ് ഡാൻസ് ഓഫ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻതോതിൽ രാസലഹരി പിടികൂടി. ചേരാനെല്ലൂർ, വാഴക്കാല, കളമശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നായി 3/4 കിലോയിലധികം MDMA-യുമായി ബാങ്ക് ജീവനക്കാരൻ ഉൾപ്പെടെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പിടിയിലായ ബാങ്ക് ജീവനക്കാരൻ കോഴിക്കോട് സ്വദേശി അർജുൻ വി നാഥിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. ഇയാൾ ലഹരി കൈമാറിയ ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. കൊച്ചി സിറ്റിയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ലഹരിവേട്ടയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. പിടിയിലായവരിൽ അർജുൻ തൃശൂരിലെ ഒരു ബാങ്കിൽ ഇൻഷുറൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ്. ഡൽഹിയിൽ നിന്നാണ് ഇയാൾ ലഹരി കടത്തുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഒരു ദിവസം കേരളത്തിലേക്ക് 3 കിലോ MDMA എത്തിക്കാറുണ്ടെന്ന് പ്രതി മൊഴി നൽകി. വാട്ടർ ഹീറ്ററിൽ ഒളിപ്പിച്ചാണ് കൊറിയർ വഴി MDMA എത്തിക്കുന്നത്. പിന്നീടത് 100ഉം 50ഉം ഗ്രാമുള്ള പാക്കാക്കി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യും. ഡാൻസ് ഓഫ് സംഘം പിടികൂടുമ്പോൾ ഇയാളുടെ പക്കൽ നിന്നും 750 ഗ്രാം MDMA-യാണ് കണ്ടെടുത്തത്.
കളമശ്ശേരി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും ലഹരിയുമായി പ്രതികൾ വലയിലായി. കളമശ്ശേരിയിലെ ഹോട്ടൽ മുറിയിൽ നിന്നും 2.2 ഗ്രാം MDMA-യും കഞ്ചാവുമായി അനസ് ഫെബിന എന്നിവരെ പോലീസ് പിടികൂടി. ഇവർക്ക് രാസലഹരി എത്തിച്ചു നൽകിയ കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി ജാസിഫ്, ബംഗാൾ മൂർഷിദാബാദ് സ്വദേശി മസദുൽ ബിസ്വാസ് എന്നിവരെ കളമശ്ശേരി ഗ്ലാസ് ഫാക്ടറിക്ക് സമീപത്ത് വെച്ച് 3.89 ഗ്രാം MDMA-യുമായാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിന്റെയും DCP അശ്വതി ജിജിയുടെയും മേൽനോട്ടത്തിൽ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ KA അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓപ്പറേഷന് പിന്നിൽ. ചേരാനെല്ലൂർ, കളമശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരും ഡാൻസ് ഓഫ് സംഘത്തിനോടൊപ്പം പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. കൊല്ലത്ത് എക്സൈസിന്റെ വൻ ലഹരി വേട്ട. കരുനാഗപ്പള്ളി തഴവ മെഴുവേലിയിൽ നിന്നാണ് MDMA-യും കഞ്ചാവും ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ പിടികൂടിയത്. നായയെ കെട്ടിയിരുന്ന ഷീറ്റിന്റെ അടിയിൽ ചാക്കിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കൊല്ലം എക്സൈസ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കരുനാഗപ്പള്ളി തഴവ മെഴുവേലി പ്രദേശത്തെ കുലശേഖരപുരം സ്വദേശി അനസിന്റെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 15 ഗ്രാം MDMA-യും 15 കിലോഗ്രാം കഞ്ചാവും പിടികൂടിയത്. ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാൻ വീട്ടിൽ കടുത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്, റോഡ് വീലർ ഇനത്തിൽപ്പെട്ട നായകളെ വീടിനു ചുറ്റും കെട്ടിയിട്ടിരുന്നു. നായയെ കെട്ടിയിരുന്ന ഷീറ്റിന്റെ അടിയിൽ ചാക്കിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പരിശോധനയ്ക്കിടെ വീട്ടിൽ നിന്ന് പിസ്റ്റൾ, വടിവാളുകൾ, മഴു തുടങ്ങിയ ആയുധങ്ങളും എക്സൈസ് കണ്ടെത്തി. ഒളിവിൽ പോയ പ്രതി അനസിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. മലപ്പുറം വണ്ടൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന MDMA-യുമായി യുവാവ് പിടിയിൽ. കാരക്കാപ്പറമ്പ് സ്വദേശി ഖലീലിനെയാണ് പോലീസ് പിടികൂടിയത്. പ്രതിയിൽ നിന്ന് 9.4 ഗ്രാം MDMA പിടിച്ചെടുത്തു. പ്രതിക്ക് MDMA എത്തിച്ചു നൽകിയവരെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വിൽക്കുന്നതിനും സ്വന്തമായി ഉപയോഗിക്കുന്നതിനുമായി കൈവശം വച്ച MDMA-യുമായാണ് വണ്ടൂർ സ്വദേശിയായ യുവാവിനെ പോലീസും ഡാൻസ് ഓഫും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. വണ്ടൂർ കാരക്കാപ്പറമ്പ് സ്വദേശി ഖലീലിനെയാണ് ലഹരി മരുന്നുമായി പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ വണ്ടൂർ കുറ്റിയിൽ നെല്ലിക്കുന്നിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. നിലമ്പൂർ DYSP സാജു K എബ്രഹാമിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതിയിൽ നിന്ന് 9.4 ഗ്രാം MDMA പിടിച്ചെടുത്തു. വിൽപ്പനയ്ക്കും സംഘം ചേർന്ന് ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് മയക്കുമരുന്ന് കൈവശം വെച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. ഗ്രാമിന് 3500 രൂപ നിരക്കിലാണ് പ്രതി MDMA വിൽപ്പന നടത്തിയിരുന്നത്. ഇയാൾക്ക് MDMA എത്തിക്കുന്ന സംഘത്തെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വണ്ടൂർ CI സംഗീത് പുനത്തിലിന്റെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് SI ജസ്റ്റിൻ KR-ന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. CPO-മാരായ മഹേഷ് CM, നിതേഷ് PP, ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി, ആശിഷ് അലി, T നിബിൻ ദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 തിരൂർ. വയനാട് കൽപ്പറ്റയിൽ 16-കാരനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുകയാണ്.
കൽപ്പറ്റ സ്വദേശി 18 വയസ്സുള്ള നാഫിലാണ് അറസ്റ്റിലായത്. കേസിൽ പ്രായപൂർത്തിയാകാത്ത 2 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 3 മർദ്ദന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരാതി ലഭിച്ചതോടെയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം നാഫിൽ മേപ്പാടിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ആശുപത്രി പരിസരത്ത് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഇരട്ടപ്പേര് വിളിച്ചെന്നും മോശം വാക്കുകൾ ഉപയോഗിച്ചെന്നും ആരോപിച്ചാണ് 16-കാരനെ ഫോണിലൂടെ വിളിച്ചു വരുത്തി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത്. കേസിൽ പ്രായപൂർത്തിയാകാത്ത 2 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾക്കായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് മർദ്ദനം നടന്നതെന്നാണ് സൂചന. മുഖത്തും തലയിലും പുറത്തും വടികൊണ്ടും മറ്റും അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മർദ്ദനമേറ്റ കുട്ടിയെ കൊണ്ട് കാലിൽ പിടിപ്പിച്ച് മാപ്പ് പറയിപ്പിക്കുന്നതും ദൃശ്യത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 വയനാട്. മുംബൈയിൽ നിന്നുള്ള നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണിനി. ട്രെയിനിൽ നിന്നിറങ്ങുന്നതിനിടെയുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്ന് അധ്യാപകനെ യുവാവ് കുത്തിക്കൊന്നു. 32-കാരനായ കോളേജ് ലെക്ചറർ അലോക് കുമാർ സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതി ഓംകാർ ഷിൻഡെയെ പോലീസ് പിന്നീട് പിടികൂടി. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുംബൈ മലാർ സ്റ്റേഷനിൽ വെച്ചായിരുന്നു അരും കൊല. ട്രെയിനിൽ നിന്നിറങ്ങുന്നതിനിടെ അലോക് കുമാറും സഹയാത്രികനായ ഓംകാർ ഷിൻഡെയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഓംകാർ അലോകിനെ കുത്തുകയായിരുന്നു. ആളുകൾ നോക്കി നിൽക്കുകയായിരുന്നു ആക്രമണം. സ്ഥലത്തുണ്ടായിരുന്ന പോലീസും മറ്റു യാത്രക്കാരും ചേർന്ന് അലോകിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇതിനിടെ ഓംകാർ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. പോലീസ് 5 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇയാൾക്കായി അന്വേഷണം നടത്തിയത്. 200ഓളം CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. മലാദിലെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപത്ത് നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ ഉണ്ടായ തർക്കത്തിനിടെ ദേഷ്യത്തിൽ അലോകിന്റെ വയറ്റിൽ കുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. ജുവലറി ജീവനക്കാരനായ ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 മുംബൈ. കാസർഗോഡ് കുമ്പളം നായ്ക്കാപ്പിലെ സ്വർണ്ണ കവർച്ചയിൽ ബംഗളൂരുവിൽ വിൽപ്പന നടത്തിയ സ്വർണ്ണാഭരണം കണ്ടെടുത്തു. അറസ്റ്റിലായ ഇബ്രാഹിം കലന്തർ ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് കവർച്ചകൾ നടത്തുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. മോഷ്ടിച്ച മറ്റ് ആഭരണങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കുമ്പള നായ്ക്കാപ്പ് സ്വദേശിയും കാസർഗോഡ് ബാറിലെ അഭിഭാഷകയുമായി ചൈത്രയുടെ വീട്ടിൽ നിന്നും കവർച്ച ചെയ്ത സ്വർണ്ണമാലകളിലൊന്ന് പോലീസ് കണ്ടെടുത്തു. ബംഗളൂരുവിലെ ഒരു ജ്വല്ലറിയിൽ വിറ്റ ചെറിയ മാലയാണ് കണ്ടെടുത്തത്. മാല വിൽക്കാൻ ജ്വല്ലറിയിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രതിയായ ഇബ്രാഹിം എന്ന കലന്തറിനെ ദിവസങ്ങൾക്കകം പിടികൂടാൻ സഹായിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരം രാത്രി 6 മണിക്കും 8 മണിക്കും ഇടയിലാണ് ചൈത്രയുടെ വീട്ടിൽ നിന്ന് 29 പവൻ സ്വർണവും 1/4 ലക്ഷത്തിന്റെ വെള്ളിയാഭരണങ്ങളും 5000 രൂപയും മോഷ്ടിച്ചത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയായ കലന്തർ ബംഗളൂരുവിലെ ജ്വല്ലറിയിൽ മാല വിൽക്കാനെത്തിയ വിവരം പോലീസിന് ലഭിച്ചത്. വിൽപ്പന നടത്തിയത് ചൈത്രയുടെ വീട്ടിൽ നിന്ന് കവർച്ചുപോയ മാലയാണെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് കലന്തറിനെ കസ്റ്റഡിയിലെടുത്തത്. കർണാടക ബാങ്ക് അഡ്യനടുക്ക ശാഖയിൽ നിന്ന് 2 കിലോ സ്വർണവും 17 ലക്ഷം രൂപയും കവർച്ച ചെയ്ത കേസിലെ പ്രതിയാണ് കലന്തർ.
ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ കവർച്ചകൾ നടത്തുന്നതെന്നും നായ്ക്കാപ്പ് കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഇയാൾ 15,000-ൽ പരം രൂപ വില വരുന്ന ഷൂസാണ് ധരിച്ചതെന്നും പോലീസ് പറയുന്നു. നായ്ക്കാപ്പിൽ നിന്നും കവർച്ച ചെയ്ത മറ്റ് ആഭരണങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 കാസർഗോഡ്. സമൂഹ മാധ്യമങ്ങളിൽ ആരെയും എന്തും പറയാമെന്നാണ് ചിലരുടെ ധാരണ. നിയമ നടപടികൾ നേരിടേണ്ടി വരുമ്പോൾ മാത്രമാണ് പലർക്കും ബോധം വരിക. ലിൻഡോ ജോസഫ് MLA സാമൂഹ്യ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തി പോസ്റ്റിട്ട യുവാവും ഇക്കൂട്ടത്തിൽപ്പെട്ടയാളാണ്. പോലീസ് പിടികൂടിയപ്പോൾ മാപ്പപേക്ഷിച്ച പുത്തൂർ മഠം സ്വദേശി അസ്ലം മുഹമ്മദിന് മാപ്പ് നൽകി മാതൃകയായിരിക്കുകയാണ് MLA. കഴിഞ്ഞ ദിവസമാണ് ലിൻഡോ ജോസഫ് MLAയുടെ അംഗപരിമിതിയെ പരിഹസിച്ച് യുവാവ് സമൂഹമാധ്യമത്തിൽ കമന്റിട്ടത്. ഈ സംഭവത്തിന് പിന്നാലെ ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സമൂഹമാധ്യമങ്ങളിലും അല്ലാതെയും നടന്നത്. കേസെടുത്ത തിരുവമ്പാടി പോലീസ് പുത്തൂർ മഠം സ്വദേശി അസ്ലം മുഹമ്മദിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതേസമയം സംഭവത്തിൽ അസ്ലം മാപ്പപേക്ഷിച്ച സാഹചര്യത്തിൽ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് MLA വ്യക്തമാക്കി. പ്രിയപ്പെട്ട മുഹമ്മദ് അസ്ലം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അസ്ലം പറഞ്ഞ് അറിയാതെ ഒരു വൈകാരികമായ നിമിഷത്തിൽ അറിയാതെ എഴുതിപ്പോയതാണ്. അദ്ദേഹം അപ്പോൾ തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നെ വിളിച്ച് നേരിട്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. തെറ്റുപറ്റാത്തവരായ ആരുമില്ല. മഹാനായ ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റുപറ്റാത്തതായി നവജാത ശിശുക്കൾക്കും മൃതശരീരത്തിനും മാത്രമേ തെറ്റുപറ്റാത്തുള്ളൂ. തെറ്റുപറ്റിയ തിരുത്തുക എന്നുള്ളതാണ്. തിരുത്തുന്നത് ഒരു മനുഷ്യനെ കൂടുതൽ നവീകരിക്കുകയാണ്. അസ്ലമിന് അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്നുള്ളത് അദ്ദേഹം നേരിട്ട് വിളിച്ചു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കുറേ ആളുകൾ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത കുറേ ആളുകൾ ഇത് ഫേക്കാണ്, അങ്ങനെ ആളെയില്ല, MLAക്ക് ഇമേജ് കൂട്ടാൻ വേണ്ടി ചെയ്താണെന്നൊക്കെ നല്ല വല്ലാത്ത രൂപത്തിൽ, വളരെ മോശമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പല ആളുകളും ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയാത്ത രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തനിക്കെതിരെ നടന്ന വ്യക്തിപരമായ അധിക്ഷേപത്തിൽ കുറ്റക്കാരനായ ആൾ മാപ്പ് പറഞ്ഞതിനാൽ നിയമപരമായ മറ്റ് നടപടികൾക്കൊന്നും പോകുന്നില്ലെന്നാണ് ലിൻഡോ ജോസഫ് വ്യക്തമാക്കിയത്. അറിയാതെ സംഭവിച്ചു പോയതാണെന്നും തെറ്റുപറ്റിപ്പോയെന്നും അസ്ലം മുഹമ്മദും പറഞ്ഞു. അല്ല, ഞാനിങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി. അതിനെക്കൊണ്ട് എനിക്ക് തെറ്റാൻ തോന്നിയത് കൊണ്ട് ഞാൻ പോസ്റ്റ് പിൻവലിച്ച് MLA ഇന്നലെ വിളിച്ചിരുന്നു. MLAയും പരാതി പിൻവലിക്കാമെന്ന് എന്നോട് ശ്രമിച്ചു. തുടർന്ന് സൗഹൃദം പങ്കിട്ട് ഒരുമിച്ച് ചായ കുടിച്ചാണ് ഇരുവരും പിരിഞ്ഞത്. ന്യൂസ് 18 മുക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സാക്ഷികളുടെയും പ്രതികളുടെയും മൊഴിപ്പകർപ്പുകൾ ഇഡിക്ക് പ്രത്യേക അന്വേഷണ സംഘം കൈമാറും. കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പാണ് ഇഡി അന്വേഷണ പരിധിയിൽ വരിക. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡുകൾക്ക് ശേഷമാണ് ഇഡിയുടെ പുതിയ നീക്കം. പ്രതികളുടെ മൊഴിയും സാക്ഷിമൊഴികളുമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇഡിക്ക് കൈമാറുക. ചൊവ്വാഴ്ച ഇഡി ഉദ്യോഗസ്ഥർ SIT ഓഫീസിലെത്തി ചർച്ച നടത്തും. തുടർന്ന് രേഖകൾ പരിശോധിച്ച ശേഷം ആവശ്യമായവ കൈമാറും. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴികൾ റെയ്ഡിന് മുൻപേ ഇഡി ആവശ്യപ്പെട്ടിരുന്നു. രേഖകൾ നൽകാതിരുന്നാൽ അത് നിയമതർക്കത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് SIT വിലയിരുത്തൽ. തർക്കമൊഴിവാക്കാൻ തീരുമാനിച്ചതായി SIT മേധാവി H. വെങ്കടേഷ് അറിയിച്ചു. ഇഡി ആവശ്യപ്പെട്ട മൊഴികൾ നൽകാൻ തന്നെയാണ് SITയുടെ തീരുമാനം. ചൊവ്വാഴ്ച തന്നെ മൊഴിപ്പകർപ്പുകൾ കൈമാറും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. മൂന്ന് സംസ്ഥാനങ്ങളിലായി പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയ ഇഡി അടുത്ത നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ തുടങ്ങി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇഡി നീക്കം. ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് SIT ഇതുവരെ സ്വീകരിച്ച മൊഴികൾ ഏറ്റെടുത്തുകൊണ്ട് അടുത്ത നടപടിയിലേക്ക് പോകുന്നത്.
ന്യൂസ് 18 തിരുവനന്തപുരം. റോഡിൽ കൂടി വെറുതെ നടന്നു പോകുന്ന മദ്യപാനികളെ പോലും തരം കിട്ടിയാലെടുത്ത് അകത്തിടുന്നവരാണെന്ന ആക്ഷേപം കേരള പോലീസിന് നേരെയുണ്ട്. എന്നാൽ നിയമങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്നാണ് പല ഉദ്യോഗസ്ഥരുടെയും ധാരണ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു പോലീസുകാരുടെ പരസ്യ മദ്യപാനം. റോഡരികിൽ നിർത്തിയിട്ട വാഹനത്തിലിരുന്ന് കൂട്ടമായി മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. വിവാഹ സൽക്കാരത്തിന് പോകുന്നതിന് മുന്നോടിയായിരുന്നു ഈ മദ്യപാനം. വാഹനമോടിക്കുന്ന CPO അടക്കമുള്ളവർ മദ്യപിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസ് സ്റ്റേഷനിലെത്തിയ പരാതിക്കാരനാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.